വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ജീവൻ നഷ്ടമായ കുടുംബാംഗങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. നമുക്കറിയാം, വിദേശ പൗരന്മാർ കുറേ അധികം ആളുകൾ ഉണ്ടായിരുന്നു. 52 ബ്രിട്ടീഷ് പൗരന്മാരുണ്ടായിരുന്നു, ഒരു കനേഡിയൻ പൗരനുണ്ടായിരുന്നു, 7 പോർച്ചുഗീസ് പൗരന്മാരുണ്ടായിരുന്നു. അതിൽ ആരുടെയോ കുടുംബാംഗങ്ങൾ ആ അപകട വാർത്തയറിഞ്ഞ് തങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി ഈ അപകടത്തിൽ ഇല്ലാതായി എന്നറിഞ്ഞ ആ യാഥാർത്ഥ്യം, ആ ദൃശ്യങ്ങളാണ്. പ്രതീക്ഷിക്കാത്ത ഒരു അപകടമാണ്. വളരെ വിമാന അപകടത്തിലെയും മാധ്യമങ്ങളിലൂടെയൊക്കെ വിമാന അപകടത്തിൻ്റെ വാർത്തകൾ അറിഞ്ഞ് ആ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ കുടുംബങ്ങളുടെ ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവർ അവർക്കൊപ്പം ഇനി ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ ആയിട്ടില്ല ഈ മാധ്യമങ്ങളിലൂടെ. കാരണം ഒരു മരണം ഈ ഔദ്യോഗികമായി ഈ മരിച്ച ഈ അപകടത്തിൽ ഈ വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും മരിച്ചു എന്ന് അവിടെയുള്ള അഹമ്മദാബാദ് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും അതിൽ ഒരു ഔദ്യോഗികമായൊരു കൺഫർമേഷനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകിയതുണ്ട്. ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരേണ്ടതുണ്ട്. കാരണം വിദേശ പൗരന്മാരൊക്കെ കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ അതിൽ അവരുടെയൊക്കെ മൃതദേഹം കൺഫേം ചെയ്യേണ്ടതുണ്ട്, പേര് വിവരങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞായിരിക്കും ഒരു ഔദ്യോഗികമായ ഒരു ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുക. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അന്വേഷണത്തിന് ചുമതലയുള്ള ആളുകൾ അദ്ദേഹത്തിന് ആ സ്ഥലത്തെ പറ്റി എന്താണ് സംഭവിച്ചതെന്നൊരു ബ്രീഫിംഗ് നൽകുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ക്വിക്ക് ആക്ഷൻ ടീമൊക്കെ അവിടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഒരു ജനവാസ മേഖലയാണ്. അതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിപ്പിച്ചത്. ഈ വിമാനം താഴേക്ക് പതിച്ചപ്പോൾ തന്നെ ഒരു അഗ്നിഗോളമായി മാറി. പക്ഷെ അത് കഴിഞ്ഞ് ഇതൊരു ജനവാസ മേഖലയിലാണ് ഈ യാത്രാ വിമാനം തകർന്നു വീണത്. അതുണ്ടാക്കിയ ആഘാതം അതും വലുതാണ്. 60ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട്. എത്രയോ വിദ്യാർത്ഥികളെ കാണാനില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു കൃത്യമായ ഒരു കണക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും അപകടം നടന്ന സ്ഥലത്തേക്ക് അല്പസമയത്തിനകം തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷായും എത്തിച്ചേരും.